ഈ അനുമോൾ അനീഷറിനോട് കാണിച്ചത് അങ്ങേറ്റം ചീപ്പ് ഗെയിമാണ് സുഹൃത്തുക്കളെ. ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനത്തെ ഒരു ചീപ്പ് ഗെയിം കളിക്കുന്ന ഒരു മത്സരാർത്ഥിനെ കണ്ടിട്ടില്ല. ഒരാളോട് ഇഷ്ടമാണെന്ന് പറയണത് ഒരു തെറ്റൊന്നുമില്ല. നമ്മുടെ ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അനുമോൾക്ക് വേണമെങ്കിൽ അത് സ്വീകരിക്കാം, അല്ലെങ്കിൽ അത് ഒഴിവാക്കാം, എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് തുറന്നടിച്ച് പറഞ്ഞ് ആ ഒരു കേസ് വിടാം. പക്ഷേ അനുമോൾ ലാലേട്ടൻ ചോദിക്കുന്ന സമയത്തും അതൊരു ഫ്രണ്ടാണ് ഉള്ള കാര്യം വെട്ടി തുറന്ന് പറയാനുള്ള ഒരു ഗഡ്സ് പുള്ളിക്കാരിക്ക് ഇപ്പോഴും ഇല്ല. അതില്ലാഞ്ഞിട്ടാണോ ഇനി അത് പുള്ളിക്കാരിയുടെ ഗെയിമാണോ എന്ന് സത്യം പറഞ്ഞാൽ അറിയില്ല കേട്ടോ സുഹൃത്തുക്കളെ. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പുള്ളിക്കാരിയുടെ ഒരു ഗെയിമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ പുള്ളിക്കാരൻ അതൊരു ഗെയിമായിട്ട് എടുത്തിട്ടില്ല. ബിഗ് ബോസ് കഴിയാൻ വെറും 10 ദിവസങ്ങൾ മാത്രമുള്ള സമയത്താണ് അനീഷേട്ടൻ്റെ മനസ്സിലുള്ള കാര്യം വെട്ടി തുറന്ന് പറഞ്ഞത്. കാരണം ഒരു 100 ദിവസമൊക്കെ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരാളോട് ഇഷ്ടം തോന്നും, ചിലപ്പോൾ ഇഷ്ടം തോന്നില്ല, പല സംഭവങ്ങളും മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. ആ പുള്ളിക്കാരന് അനുമോളോട് ഇഷ്ടം തോന്നി, ആ പുള്ളിക്കാരൻ അത് വെട്ടി തുറന്ന് പറഞ്ഞു. അത് അനുമോൾ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് എനിക്ക് ഇഷ്ടമല്ല ചേട്ടാ, ഞാൻ ചേട്ടനെ കാണുന്നത് ഒരു സഹോദരനെ പോലെയാണ്, എൻ്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച പറ്റിയിട്ടുണ്ട്, എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു നോട്ടപ്പശക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ചേട്ടനോട് ക്ഷമിക്കുക, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടല്ല എന്ന് പുള്ളിക്കാരിക്ക് വേണമെങ്കിൽ ആ ഒരു സ്പോട്ടിൽ പറയായിരുന്നു. പുള്ളിക്കാരി അവിടെ പ്രാരാബ്ദങ്ങളും മറ്റേതും മറിച്ചതും തേങ്ങയും കുടച്ചൊക്കറൊക്കെ എടുത്തിട്ട്, അപ്പോൾ ആ പുള്ളിക്കാരന് മനസ്സിലായി ഇത് നമ്മളിട്ടിട്ട് വാരിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരൻ ആ ഊഞ്ഞാലിൽ നിന്ന് എണീറ്റ് പോയി. അവിടുന്ന് അനുമോളാണ് കണ്ടൻറ്റ് വെറുക്കാൻ തുടങ്ങിയത്. അതിലെടുത്ത് പോയിട്ട് ആ കാര്യം പറഞ്ഞു, പിന്നീട് നൂറെടുത്ത് പോയിട്ട് പറഞ്ഞു. ആ ബിഗ് ബോസ് വീട്ടിൽ ഇനി ആരും അറിയാനായിട്ടില്ല, എല്ലാ കാര്യങ്ങളും എല്ലാ ആളുകളും അറിഞ്ഞു. പിന്നെ നമ്മുടെ ലാലേട്ടൻ വന്നിട്ട് ഈ കാര്യം നല്ല രീതിയിൽ ചോദിക്കുന്ന സമയത്ത് അനുമോൾ കൊഞ്ചി കുഴണ പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേ അനീഷിൻ്റെ ആ മുഖഭാവം ശ്രദ്ധിച്ചത് നിങ്ങൾ, അത് ആളൊരു സത്യം പറഞ്ഞൊരു നിഷ്കളങ്കനാണ്. ഉള്ള കാര്യം വെട്ടി തുറന്ന് പറഞ്ഞു. അനുമോളൊരു ഇഷ്ടം തോന്നി, ആ ഒരു ക്രഷ് തോന്നി, ഉള്ള കാര്യം പറഞ്ഞു, എല്ലാം തികഞ്ഞൊരു ഇഷ്ടമാണ് അനുമോളോടെന്ന് പറഞ്ഞു. അനുമോൾ അപ്പോഴും ആ നമ്മുടെ ലാലേട്ടൻ പോയതിന് ശേഷം, അതായത് ഇന്നലത്തെ ഞായറാഴ്ചത്തെ എപ്പിസോഡ് കഴിഞ്ഞ് ലാലേട്ടൻ പോയതിന് ശേഷം അനുമോൾ ആ ഒരു കേസ് വിടാൻ തയ്യാറായിട്ടില്ല. അനുമോൾ എന്താ പറയണത്, ആദിലടുത്തും നൂറടുത്തും വന്നിട്ട് അപ്പോഴും പറയണത് എന്താ, അനീഷേട്ടൻ്റെയും എൻ്റെ ഈ ഒരു കാര്യം പുറത്ത് നെഗറ്റീവായി ഉണ്ടാവുമോ, അനീഷേട്ടൻ ഇപ്പോഴും എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടടി, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആ പുള്ളിക്കാരനെ ഒരു വായി നോക്കുക എന്നുള്ള രീതിയിലുള്ള സംസാരമാണ് പുള്ളിക്കാരി പറഞ്ഞ് അവിടെ വെക്കാൻ നോക്കുന്നത്. അതായത് അനീഷേട്ടൻ ഇപ്പോഴും എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, പുറത്തേക്ക് തട്ടി വിടുകയാണ്. അവിടെ അനീഷിനെ നെഗറ്റീവ് ആക്കാനാണ് ഈ പുള്ളിക്കാരി നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണെങ്കിൽ നൂറ പറയേണ്ടത്, നീ അങ്ങനെ ചിന്തിക്കണ്ട, നീ ഒരു സഹോദരനെ പോലെ കണ്ടാൽ മതി, നിൻ്റെ അടുത്ത് സംസാരിക്കാൻ പറ്റുകയാണ്, നീ അങ്ങനെയുള്ള വേണ്ടിയിൽ നിന്നാൽ മതി എന്ന് നൂറ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അപ്പോൾ അനുമോൾ പറയണം, ഞാൻ ഇനി ആളോട് അധികം സംസാരിക്കുന്നില്ല, ഞാനൊരു കയ്യകലം പാലിക്കാൻ പോവാണ്. എൻ്റെ പൊന്നാര അനുമോളെ, ഞങ്ങൾ ഈ ലൈവ് കണ്ട ആളുകൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുള്ളതാണ്, ഒരാളോട് ഇഷ്ടം പറയുന്നത് തെറ്റില്ല. പക്ഷേ അനുമോളാണ് സത്യം പറഞ്ഞാൽ അനീഷിനെതിരെ കണ്ടന്റ് ആക്കിക്കൊണ്ടിരുന്നത്. മനസ്സിലാവണ്ട, ഇതിപ്പോൾ അനുമോളെ തേച്ചൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണമല്ല. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറഞ്ഞാണ്, ഒരാളെയും താറടിച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല. അതിപ്പോൾ ആണായാലും പെണ്ണായാലും ആരായാലും ഉള്ള കാര്യം ഞാൻ വെട്ടി തുറന്ന് പറയും. എൻ്റെ കാഴ്ചപ്പാടിൽ അനുമോളാണ് സത്യം പറഞ്ഞാൽ ഫേക്ക് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ബിഗ് ബോസ് സീസൺ 7 കപ്പടിക്കാൻ യോഗ്യൻ അത് അനീഷേട്ടൻ തന്നെയാണ്. നിങ്ങളുടെ വോട്ട് അനീഷേട്ടന് കൊടുക്കുക. ഓക്കെ.